കേരളക്കരയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വിഷു പ്രത്യേക പൂജകളോടെയാണ് ആഘോഷിക്കുന്നത്. പല കൃഷ്ണക്ഷേത്രങ്ങളിലെയും ഉത്സവകാലമാണിത്. 10-ാം ഒരു പുണ്യദിനമായി കണക്കാക്കപ്പെടുന്നതിനാൽ മേടം 1 മുതൽ 10 വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് മിക്ക കൃഷ്ണക്ഷേത്രങ്ങളിലും നടക്കുന്നത്. കോടി, കൈനീട്ടം തുടങ്ങിയ ചടങ്ങുകളെല്ലാം ക്ഷേത്രവുമായി ബന്ധപ്പെട്ടു നടക്കുന്നു. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഇന്ന് അമ്പലപ്പുഴ കൃഷ്ണന്റെ അരികിലണഞ്ഞ് ഭഗവാന്റെ കഥകൾ പറഞ്ഞ് ഭഗവാനെ അറിഞ്ഞ് ഈ പുണ്യഭൂമിയിൽ സ്പർശിക്കാൻ കിട്ടിയ പുണ്യദിനം. ഇനി ഇന്ദ്രിയങ്ങളിലും ആത്മാവിലും പരമാത്മാവിലും പ്രേമസ്വരൂപനായ ഭഗവാൻ നിറഞ്ഞു നിൽക്കട്ടെ. മനസ്സ് വൃന്ദാവനവും ഹൃദയം മധുരാപുരിയും ആത്മാവ് ദ്വാരകയുമാകുമ്പോൾ ഓരോ കോശങ്ങളിലും ആനന്ദഭരിതമായ ഭഗവാന്റെ വേണുഗാനം നിറയുകയായി. ഒരു കാലത്ത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ചെമ്പകശ്ശേരി രാജ്യമാണ് ഇന്ന് കേരളത്തിന്റെ ആത്മീയ ഭൂപടമായി മാറിയ അമ്പലപ്പുഴ. ദേവനാരായണന്മാരെന്ന വിളിപ്പേരുള്ള ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ ഭരണകാലത്താണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. ചെമ്പകശ്ശേരി രാജാക്കന്മാർ രാജ്യത്തിന്റെ കലയും സംസ്കാരവും നിലനിർത്തുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനായ വില്ലുമംഗലം അമ്പലപ്പുഴയുടെ കലാകേദാരഭൂമിയിലേക്ക് നടത്തിയ സന്ദർശനമാണ് ഇന്നു കാണുന്ന ക്ഷേത്രനിർമ്മിതിക്ക് കാരണമായത്. വില്ലുമംഗലത്തിന്റെ മനസ്സിലൂടെ ഭഗവാൻ തന്നെ ഒരു സഞ്ചാരം നടത്തിയതാവാം. യുഗാന്തരങ്ങളിലെ ജനിമൃതികളിലൂടെ വിവിധ ദേശങ്ങളിലും കാലഭേദങ്ങളിലൂടെയും മോക്ഷപ്രയാണം നടത്തുന്ന തൻ്റെ ഭക്തരിലേക്ക് ദർശനം നടത്തുവാൻ ഭഗവാൻ കണ്ടെത്തിയ പുണ്യഭൂമി തന്നെയാവണം അമ്പലപ്പുഴ ദേശം. കോട്ടയം കുറിച്ചിയിൽ നിന്നും ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണൻ ആ പ്രതിഷ്ഠ അമ്പലപ്പുഴയിൽ കൊണ്ടുവരികയും ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് നാരായണത്ത് പ്രാണത്തിനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടെന്നുമാണ് ഐതിഹ്യം. ചതുർബാഹു പ്രതിഷ്ഠയോടുകൂടി ചമ്മട്ടിയും ചാട്ടയുമായി നിൽക്കുന്ന ഭഗവാൻ ഭക്തർക്കെല്ലാം അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അമ്പലപ്പുഴ ദേശത്തിൽ വാഴുന്നു. എല്ലാ മാസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും പ്രത്യേക വിശേഷങ്ങളും ആട്ടുവിശേഷങ്ങളും കൊണ്ട് അതിസമ്പന്നമാണ് ഇവിടുത്തെ ക്ഷേത്രം. ഹൃദയ സരണികളിൽ നിറഞ്ഞൊഴുകുന്ന യമുന പോലെ പ്രേമഭക്തിയിൽ അലിഞ്ഞു ചേർന്ന യുഗാന്തരങ്ങളിലൂടെ നിന്നിലേക്ക് തന്നെ ഒഴുകുകയാണല്ലോ സ്ത്രീമാനസങ്ങൾ സർവ്വതും. ദ്വാപരത്തിൽ അമ്പാടിയിലെ സ്ത്രീജനങ്ങളായിരുന്നുവല്ലോ ഈ ഭൂമിയിലെ ഏറ്റവും പുണ്യം ചെയ്തവർ. അവർക്ക് ഭഗവാനിലൂടെ തന്നെ ജീവിക്കാൻ കഴിഞ്ഞു. ഭഗവാനിലൂടെ സ്വപ്നം കണ്ട് ഭഗവാനിലൂടെ പ്രവർത്തിച്ച് ഭഗവാനിലൂടെ ആനന്ദിച്ച് മോക്ഷം നേടിയ പുണ്യജന്മങ്ങൾ. വിഷുവാണ്. അതൊരു കായിക സമൃദ്ധിയുടെയും കൂടെ ഒരു ആഘോഷമാണ്. തലേ ദിവസം തന്നെ ഭഗവാനെ എല്ലാം കൊണ്ടും അണിയിച്ചൊരുക്കി പിറ്റേ ദിവസം കണി കാണുന്നത് എല്ലാവർക്കും ശ്രേഷ്ഠമാണെന്നുള്ള സങ്കല്പമാണ്. ഗോപികമാർ തൂണിലും തുരുമ്പിലും എന്ന് വേണ്ട, ഇലകളിലും പൂക്കളിലും അമ്പാടിയിലെ സർവ്വയിടങ്ങളിലും ഭഗവാന്റെ പേരെഴുതി വെച്ചു. അങ്ങനെ അമ്പാടിയിലെ സർവ്വചരാചരങ്ങളും മുകുന്ദനെന്നും ഗോകുലബാലനെന്നും അമ്പാടിക്കണ്ണനെന്നും മഴമുകിൽ വർണ്ണനെന്നുമൊക്കെ സദാ ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ഭഗവത് ചിന്തകളാലും ഭഗവാന്റെ വേണുനാദം കേട്ടും അമൃതമായ ജീവിതം കൊണ്ട് ധന്യരായവർ. അതുകൊണ്ട് തന്നെ എന്നും എന്നെന്നും ഭഗവാന്റെ ഹൃദയവും അമ്പാടി തന്നെയാണല്ലോ. യുഗങ്ങൾക്കിപ്പുറം ഇവിടെ അമ്പലപ്പുഴ ക്ഷേത്രവും അമ്പാടി പോലെ തന്നെ. ക്ഷേത്രം ഭഗവാന്റെ ശരീരം തന്നെയാണല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഓരോ കോശങ്ങളിലും പ്രദക്ഷിണ വഴികളിലും ഭഗവത് നാമം നിറയുന്നു. ഗോപികാഹൃദയങ്ങൾ ഇവിടെയുമുണ്ട്. മനസ്സിലെ നീല സരസ്സുകളിലെ കമലദലങ്ങളിൽ മുകുന്ദ നിന്റെ കേശാദിപാദം പ്രതിഷ്ഠിച്ച് ഭഗവാന്റെ ഒരു സ്വപ്ന ദർശനമെങ്കിലും കിട്ടുവാൻ മോഹിച്ച് ഭഗവാനിലൂടെ മോക്ഷം കാമിച്ച് ജീവിക്കുന്നവർ. ഇങ്ങനെ എത്രയെത്ര ആത്മാവുകളാണ് യുഗാന്തരങ്ങളിലൂടെ
പ്രേമസ്വരൂപനായ ഭഗവാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സാധുജനാധാര സർവഭാമ സാധുജനാധാര സർവഭാമ. ഗോശാല കൃഷ്ണൻ വാഴുന്ന അമ്പലപ്പുഴ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ചുണ്ടുകളിൽ മധുരം കിനിയും. കാരണം അമ്പലപ്പുഴ പാൽപ്പായസം അത്രമേൽ സവിശേഷമാണ്. ഭഗവാന്റെ അധരം മധുരം വദനം മധുരം എന്ന് പറയുന്നത് പോലെ പാൽപ്പായസം നുണയുന്ന ഓരോ ഭക്തജനങ്ങളുടെയും ആത്മാവിലേക്ക് ഭഗവാന്റെ പ്രേമമധുരം തന്നെയാണ് അലിഞ്ഞിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് പായസത്തിൽ പഞ്ചസാര ചേർക്കുന്നതിന് മുമ്പായി പാൽപ്പായസപ്പുരയിൽ നിന്ന് ശ്രീകോവിലിലേക്ക് നോക്കി വാസുദേവോ എന്ന് ഉറക്കെ വിളിച്ച് ഭഗവാന്റെ അനുവാദം ചോദിക്കുന്നതും. പഞ്ചസാര എടുക്കാൻ വേണ്ടിയിട്ടും വാസുദേവനെ വിളിയോടുകൂടിയാണ് സ്റ്റോറിൽ നിന്ന് പഞ്ചസാര പാൽപ്പായസത്തിന് വേണ്ടിയുള്ളത് എഴുന്നള്ളിക്കുന്നത്. അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ രുചിക്കൂട്ട് ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പോലും അനന്തപുരിയിലേക്ക് സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടുവെന്നാണ് ചരിത്രം പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഭഗവാന്റെ രുചിക്കൂട്ടുകൾ ആർക്കാണ് അനുകരിക്കാൻ കഴിയുക? ആ മധുരോദാരമായ കൃപ ഒരു കുഞ്ഞിനെ പോലെ ഏറ്റുവാങ്ങുക, അത്ര തന്നെ. ഇവിടെ ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട്, നമുക്കിവിടെ അറിയാം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കുവശത്തായിട്ട് ഗുരുവായൂരപ്പൻ്റെ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് ഇവിടെ കളത്തട്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ മഹാപ്രതിഭയുടെ കരസ്പർശമേറ്റ മിഴാവ് ഭഗവാന് മുന്നിൽ തന്നെ സമർപ്പിതമായത് കുഞ്ചൻ നമ്പ്യാരുടെ ഭഗവാനോടുള്ള പരമഭക്തി കൊണ്ട് തന്നെയാണ്. ക്ഷേത്രത്തിനോട് ചേർന്ന് നാടകശാലയിൽ മിക്കപ്പോഴും സപ്താഹങ്ങളും കലാപരിപാടികളും നടക്കുന്നു. അമ്പലപ്പുഴയുടെ ആകാശങ്ങളിലെ മേഘരൂപങ്ങളിൽ ചന്ദ്രോത്സവങ്ങളുടെ അരങ്ങൊരുങ്ങി സന്ധ്യയായി, ദീപങ്ങൾ തെളിയുകയായി. ദീപാരാധന കഴിഞ്ഞു. ഇനി ശീവേലി. മോക്ഷസാഗരത്തിലേക്ക് ലയിക്കാൻ ഭക്തർ ഒഴുകിച്ചേർന്നു. ഭഗവാനെ, ഞാൻ എന്നെ തന്നെ നിന്നിലേക്ക് സമർപ്പിക്കുകയാണ്. എൻ്റെ സ്വപ്നവും മോഹവും മോക്ഷവും നീ തന്നെ. എൻ്റെ കണ്ണീര് യമുനയാകുമ്പോൾ എൻ്റെ വേദനകൾ നിന്റെ മുരളീനാദമായി ഒഴുകട്ടെ. ക്ഷേത്രകോണുകളിൽ നിന്ന് വാസുദേവോ എന്ന വിളികൾ മുഴങ്ങി അമ്പലപ്പുഴ ക്ഷേത്രനട അടയ്ക്കുകയായി. ഇനി അമ്പലപ്പുഴയുടെ ആകാശങ്ങളിൽ നിന്നും ത്രിഭുവനമാകെ ആ മുരളീനാദം ഒഴുകി നിറയട്ടെ.